Hello friends, എല്ലാവർക്കും മലയാളം ടെക് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നല്ല നല്ല സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. കൈൻ മാസ്റ്റർ പോലെയുള്ള ഒരുപാട് നല്ല സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കണം, എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം, വളരെ എളുപ്പത്തിൽ നല്ല മാസീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു എഡിറ്ററാണ് വീലോഗിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അതിലെങ്ങനെ എഡിറ്റ് ചെയ്യാം, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫ്രം ലൈബ്രറി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രം ലൈബ്രറി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ, ഫോട്ടോ, ടൈറ്റിൽ, കളർ, സോഷ്യൽ മീഡിയ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇതിൽ മീഡിയ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഈ ടൈറ്റിലാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ടൈറ്റിൽ ആഡ് ചെയ്ത് നോക്കാം. ടൈറ്റിൽ എടുക്കുമ്പോഴത്തേക്കും ടൈറ്റിലിൽ തന്നെ പലതരത്തിലുള്ള ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണം. അതിൻ്റെ താഴെ ഓപ്പണർ എന്ന് കൊടുത്തിട്ടുണ്ട്, കൗണ്ട് ഡൗൺ എന്ന് കൊടുത്തിട്ടുണ്ട്, അതർ എന്നുണ്ട്. കൗണ്ട് ഡൗൺ ആണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൗണ്ട് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5, 4, 3, 2, 1 ഇങ്ങനെയൊക്കെ വന്നിട്ട് നല്ല മാസീവായിട്ടുള്ള ഒരു ഇൻട്രോ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൗണ്ട് ഡൗൺ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യാണ്. ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണ് ആരോ. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യുകയാണ്. കണ്ടോ, 5, 4, 3, 2, 1 ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാനായിട്ട് വരും. ഇതിലെ പ്രധാന സംഭവമാണ്. ഓക്കെ, ഇത് വീണ്ടും ഞാൻ ആഡ് ബട്ടൺ കൊടുത്തിരിക്കുകയാണ്, ഫ്രെയിം ലൈബ്രറി. അതിനുശേഷം കളർ എന്നൊരു സംഭവം ക്ലിക്ക് ചെയ്യുന്നു. കളർ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഞാൻ സെലക്ട് ചെയ്തു. അതായത് അടുത്ത് ഇത് ഈ 5, 4, 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലാക്ക് കളറിൽ നമ്മുടെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ താഴത്തെ ടൈറ്റിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ ബ്ലാക്ക് ഭാഗത്ത് നമുക്ക് പലതരത്തിലുള്ള ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഇത്രയും തരത്തിലുള്ള ടൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഒന്നാമത്തെ തന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ വീഡിയോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈറ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ടൈറ്റിൽ എഡിറ്റ് ചെയ്ത് മലയാളം ടെക് ചാനൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, മലയാളം ടെക് ചാനൽ എന്ന് അതുപോലെ ആകർഷകമായ ഒരു നല്ല രീതിയിലുള്ള ഒരു ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ താഴെ കളർ കൊടുക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മലയാളം ടെക് ചാനൽ ഞാൻ കൊടുത്ത ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ അടുത്ത് ബോർഡർ എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ബോർഡർ കൊടുക്കാം. ഇവിടെ തന്നെ ബോർഡറിൻ്റെ വലിപ്പം ഇവിടെ താഴെ വിട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുന്നതനുസരിച്ച് ബോർഡറിൻ്റെ വിട്ട് കൂടി വരുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. ആ എ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ പറ്റും. പലതരത്തിലുള്ള നല്ല അടിപൊളി ഫോണ്ടുകൾ ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ഫോണ്ട് ഇന്ന് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ടി എന്ന് പറഞ്ഞ സംഭവത്തിൽ പിടിക്കി കഴിഞ്ഞാൽ നമുക്ക് അനിമേഷൻ, ഇപ്പോൾ ടെക്സ്റ്റ് പല രീതിയിൽ ടെക്സ്റ്റ് വരുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള അനിമേഷൻസ് നമുക്ക് കൊടുക്കാനായി സാധിക്കും. അപ്പോൾ ജസ്റ്റ് 1, 2 ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള അനിമേഷൻസ് ടെക്സ്റ്റിന് കൊടുക്കാൻ പറ്റും. എന്നിട്ട് കീബോർഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് മാറ്റുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് അത്രയും സേവ് ആവുന്നതാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് സേവ് ആയിരിക്കുകയാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ വീഡിയോ ഇപ്പോൾ ഇത്രയായിരിക്കുകയാണ്. 5, 4, 3, 2, 1 എന്ന് വന്നതിന് ശേഷം നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ ഇൻട്രോ പേര് എഴുതി കാണിച്ചു. ഓക്കെ, ശേഷം ബാക്ക് ബട്ടൺ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത് ഇൻട്രോയുടെ കൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴെ ഉള്ള ഓഡിയോ എന്ന സ്വിച്ചും ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ താഴെ കാണിക്കും: മ്യൂസിക്, എഫക്റ്റ്, ഇൻ ഡിവൈസ്. അപ്പോൾ നല്ല രീതിയിലുള്ള എഫക്റ്റുകളോ നമ്മുടെ ഡിവൈസിലുള്ള ട്യൂണുകളോ അല്ലെങ്കിൽ മ്യൂസിക്കുകളോ നമുക്ക് ഇൻട്രോകളോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനതിൽ ഒരു എഫക്റ്റ് എടുത്ത് ആഡ് ചെയ്യുകയാണ്. ആഡ് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ താഴെ ആഡായി വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നല്ല രീതിയിലുള്ള മ്യൂസിക്കും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് എത്ര ദൂരം വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കിയും വലുതാക്കിയും കൊടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത് ഞാൻ
വീണ്ടും ഫ്രം ലൈബ്രറി അടുത്ത ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ലൈബ്രറിയിൽ നിന്ന് അടുത്ത് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഞാൻ കൊണ്ടുവന്നു. ആ വീഡിയോയിൽ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ എഡിറ്റിംഗ് ടൂൾസിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൂൾ നോക്കാം. ഒന്നാമത്തെ ട്രിം ടൂളാണ്. ട്രിം ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയുടെ ആദ്യത്തെ ഘട്ടവും ചിലപ്പോൾ അവസാനമൊക്കെ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ട്രിം ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിം ടൂൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആ സെക്കൻഡ് അവിടെ കാണിക്കും. നമുക്ക് ആദ്യത്തെ അല്ലെങ്കിൽ അവസാനം കുറച്ചോ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ടൈം നോക്കിയും അതുപോലെ നമ്മുടെ ഡിസ്പ്ലേ ക്ലിപ്പ് നോക്കിയും നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അടുത്ത രണ്ടാമത് സ്പ്ലിറ്റ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 ക്ലിപ്പായിട്ടോ 3 ക്ലിപ്പായിട്ടോ എത്ര ക്ലിപ്പായിട്ടോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്ക് അടിച്ച് ഇങ്ങനെ നോക്കാവുന്നതാണ്. കണ്ടോ, ഒരു ക്ലിപ്പ് കൂടി ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അത് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. അടുത്തായിട്ട് സ്നാപ്ഷോട്ട് എന്നൊരു ക്ലിപ്പുണ്ട്. ആ സ്നാപ്ഷോട്ട് ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെച്ചാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു പിക്ചർ അപ്പോൾ ഡിസ്പ്ലേയിലുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യേകം നമ്മുടെ വീഡിയോ ടൈം ലൈനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് ക്രോപ്പ് ബട്ടൺ ഉണ്ട്. ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇതുപോലെ ക്രോപ്പ് ചെയ്ത് ആ വീഡിയോയിൽ വേണ്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് വലുതാക്കിയോ ചെറുതാക്കിയോ സൂം ചെയ്ത് കളയാനോ അല്ലെങ്കിൽ സൂം കുറയ്ക്കാനോ ഇങ്ങനെയൊക്കെ പറ്റുന്നതാണ്. അതുപോലെ റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ടൂൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണോ ഏത് ക്ലിപ്പാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ക്ലിപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി അവിടെ വരുന്നു. അതുപോലെ വോളിയം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലിപ്പിൻ്റെ വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ വേണമെങ്കിൽ ആ വോളിയം കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അത് ഉപയോഗപ്രദമാകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോയിലൊന്നും ചെയ്യുന്നവർ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ശബ്ദമായിരിക്കില്ല, പിന്നീട് ഡബ് ചെയ്തായിരിക്കും കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ കയറ്റേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും പഴയ വീഡിയോയിലെ ക്ലിപ്പിലെ ശബ്ദം ഫുള്ള് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ നോയ്സ് അങ്ങ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ടൂൾസാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ട്രാൻസിഷൻ എന്നൊരു ടൂളുണ്ട്. അതായത് ട്രാൻസിഷൻ ടൂൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ പിക്ചേഴ്സിൻ്റെ ക്ലിപ്പിങ്സിൻ്റെ ഇടയ്ക്കുള്ള ട്രാൻസിഷൻ എങ്ങനെ അടുത്ത ക്ലിപ്പ് വരണം, ഫെയ്ഡായി വരണോ അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ടായി പോകണോ, അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ട്രാൻസിഷൻ എന്നുള്ളത്. ട്രാൻസിഷൻ ഓരോന്നിൻ്റെ ഇടയ്ക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുത്താൽ മതിയാവും. അത് വരുന്നതാണ്. അതുപോലെ സ്പീഡ്, നമ്മുടെ വീഡിയോയുടെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ടും സാധിക്കും. അതുപോലെ അടുത്തുള്ളത് ഫിൽട്ടർ ടൂളുണ്ട്. നല്ല രീതിയിലുള്ള കുറച്ച് ഫിൽട്ടറുകളുണ്ട്. നമ്മളെ വീഡിയോനെ നല്ല അടിപൊളിയാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളുണ്ട്. അതിൽ നമ്മളെ വീഡിയോ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അതുപോലെ നമ്മളെ വീഡിയോയിലുള്ള കളർ ഇതെല്ലാം വളരെ അടിപൊളിയായിട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്രയും ടൂളുകളൊക്കെ ഇതിലുള്ളത്. പിന്നെ ഈ സ്റ്റിക്കർ എന്ന ടൂൾ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റിക്കർ നമുക്ക് വീഡിയോയ്ക്ക് പുറത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതാണ്. ഇങ്ങനെ പോയി 100% ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ റെഡിയാവും. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോ ലോഗ് ചെയ്യുന്നവർക്ക് വേണ്ടി ക്രിയേറ്റ് എ തംബ്നെയിൽ എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്കൊരു തംബ്നെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫസ്റ്റ് ഫ്രെയിം എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിനെ നീക്കി നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം തിരഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് അത് ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡർ, അതിൻ്റെ പുറത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാനെങ്കിൽ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ അതിൻ്റെ പുറത്ത് ആഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഒരു വീഡിയോയുടെ തംബ്നെയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇതിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ താഴെ കിടക്കുന്ന സേവ് ടു ക്യാമറ റോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിൽ ഇത് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എഡിറ്ററാണ്. അതിൽ വളരെ പ്രോ ഓപ്ഷൻസ് ഒന്നുമില്ല, എന്നാലും നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.